ഫ്രണ്ട്സ്, പ്രൈസ് ഗോഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ വിശ്വസിക്കുന്ന, കൂടെ കൊണ്ട് നടക്കുന്ന, ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള സുന്ദരമായിട്ടുള്ള ശരീരവും മനസ്സും ആത്മാവൊക്കെ തന്ന ദൈവത്തിന് ഇമ്പോസിബിളായിട്ടുള്ള ഒന്നും ഇല്ല. എവറിത്തിങ് ഈസ് പോസിബിൾ. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. ആ അസാധ്യമായിട്ടുള്ള ദൈവം കൂടെയുണ്ടെങ്കിൽ നമുക്കെല്ലാം സാധ്യമാണ്. അതിനെപ്പറ്റി കുറച്ച് എക്സ്പ്ലനേഷനും കുറച്ച് കാര്യങ്ങൾ പ്രൂഫ് ചെയ്യുന്ന, അല്ലേ, ഒരു സിഗ്നേച്ചർ ഇട്ട ഒരു പേപ്പർ ഡോക്യുമെൻ്റായി തീർന്നത് പോലെ ചില പ്രൂഫ് സിസ്റ്റർ തരുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ വേഗം എഴുന്നേറ്റ് ഓടിപ്പോയി ഒരു പേന, ഒരു പുസ്തകം, അല്ലെ ഒരു പേപ്പർ, പിന്നെ ബൈബിൾ ഉണ്ടെങ്കിൽ അതും കൂടി എടുത്ത് വേഗം ഓടി വരണം. 10 സെക്കൻഡ് തരാം. ഒറ്റ ഓട്ടം എണീറ്റ് പോയി എടുക്കുന്നു, തപ്പി ഓടി വന്ന് സിസ്റ്ററിൻ്റെ അടുത്തിരിക്കുന്നു. ഓക്കെ, വേഗം ഓടി വന്നിരുന്നു. ഇനി മക്കളെ, നിങ്ങൾ പേപ്പർ എടുക്കണം. ഓക്കെ, എടുത്തുകൊണ്ട് വന്നില്ലേ? ഇതുപോലെ ഒരു പേപ്പർ എടുക്കണം. ഈ പേപ്പർ എടുത്തിട്ട്, പേപ്പറാകാം ബുക്കാകാം, 4 കോളം വരയ്ക്കണം. ഓക്കെ, 4 കോളം. അതിൽ ഒന്നാമത്തെ കോളത്തിൽ SL നമ്പർ, സീരിയൽ നമ്പർ 1 2 3 4 5 അങ്ങനെ ഇടാനാണ്. അടുത്ത കോളത്തിൽ ഓക്കെ, അതിൻ്റെ ഒരു വര. അടുത്ത കോളത്തിൽ നോട്ട് ഓക്കെ, ഒരു വര. അതിൻ്റെ അടുത്ത കോളത്തിൽ ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇത്രയും അങ്ങനെ 4 കോളം ഒന്ന് വരച്ച്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെന്നുണ്ട്, പേപ്പറുണ്ട്. ഇപ്പോൾ സിസ്റ്റർ ഓരോ കാര്യങ്ങൾ പറയും. നമ്മുടെ ശരീരഭാഗങ്ങളാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് തല, ഓക്കെ, ഹെഡ്, ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എൻ്റെ തലയ്ക്ക് ഞാൻ എത്ര മാർക്ക് കൊടുക്കും? ഉദാഹരണത്തിന് ഓക്കെ ആണോ, അതോ നോട്ട് ഓക്കെ ആണോ, ബ്യൂട്ടിഫുൾ ആണോ? സത്യസന്ധമായിട്ടിട്ട് ആ കള്ളത്തരം കാണിക്കരുത്. അപ്പോൾ അതനുസരിച്ച്, ഓക്കെ. എൻ്റെ സിസ്റ്റർ പറയും കവിള്, ഓക്കെ, കവലിന് ഓക്കെ, താടി നോട്ട് ഓക്കെ. അങ്ങനെ സിസ്റ്റർ ഓരോ ശരീരാവയവങ്ങൾ പറയും. പെട്ടെന്ന് സിസ്റ്ററിനോടൊപ്പം ചെയ്യണം. ഓക്കെ, അപ്പം തുടങ്ങാം. 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, അപ്പം SL നമ്പറിൻ്റെ അടുത്ത് 1. ഇനി ഞാൻ പറയുന്ന പേര് നിങ്ങൾ എഴുതണ്ട. ഇപ്പം ശിരസ്, തല എന്ന് പറയുമ്പോൾ എഴുതണ്ട. നിങ്ങൾ ആകെപ്പാടെ ചെയ്യേണ്ടത്, നിങ്ങളുടെ അഭിപ്രായത്തിൽ തല മുടി ഓക്കെ ആണോ എങ്കിൽ ഓക്കെ ഇടണം, നോട്ട് ഓക്കെ ആണോ അവിടെ. അപ്പോൾ ഒന്നാമത്തേന് ഒരു ടിക്കേ വരത്തുള്ളൂ, ഏതെങ്കിലും ഒരു കോളത്തിൽ. എല്ലാ കോളത്തിലും അങ്ങ് നിരത്തി ടിക്കിടരുത്. പിടികിട്ടിയോ? ഓക്കെ, തുടങ്ങാം. അപ്പോൾ നമ്പർ 1 ശിരസ്, നമ്മുടെ തലമുടി. ഓക്കെ, തലമുടി. ഓക്കെ, ഒരു മാർക്ക് ഇടുക, സിസ്റ്റർ മാർക്ക് ഇടാം. ഇനി അടുത്തത് നെറ്റി. ഓക്കെ, നെറ്റിക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര മാർക്ക് കൊടുക്കും? മാർക്കല്ല, ഓക്കെ ആണോ, നോട്ട് ഓക്കെ ആണോ, ബ്യൂട്ടിഫുൾ ആണോ? ഓക്കെ, അടുത്ത മൂന്നാമത്തത് ഞാൻ പറയാം, സിസ്റ്റർ എഴുതി സമയം കളയണ്ട. മൂക്ക്. എൻ്റെ മൂക്ക് ഓക്കെ ആണോ, നോട്ട് ഓക്കെ ആണോ, ബ്യൂട്ടിഫുൾ ആണോ? കണ്ണ്, വേഗം നമ്പർ ഇടണം, ടിക്കടിക്കണം. പുരികം. ഓക്കെ, കവിള്, ചുണ്ട്. ഓക്കെ, പല്ലി, താടി. വേഗം ചെയ്യണേ മക്കളെ. ചെവി, എൻ്റെ സ്വന്തം ചെവി, അവൾ ഓക്കെ ആണോ, നോട്ട് ഓക്കെ ആണോ, ബ്യൂട്ടിഫുൾ ആണോ? കഴുത്ത്, കൈ, നമ്മുടെ ചെസ്റ്റ്, ബ്രസ്റ്റ്, വയറ്, നമ്മുടെ ബട്ടക്സ്, പുറകോശം. ടിക്കിടുന്നുണ്ടോ? എഴുന്നല്ലേ? ഓക്കെ, കാൽമുട്ട്, നമ്മുടെ വിരലുകൾ, കാൽവിരലുകൾ. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, ഇപ്പോൾ എത്ര പറഞ്ഞിട്ടുണ്ടാവും? സിസ്റ്ററിൻ്റെ അഭിപ്രായത്തിൽ ഒരു 10 പറഞ്ഞിട്ടുണ്ടാവും. വിചാരിക്കുക 10 ആണ്. 10 ആണെങ്കിൽ നിങ്ങൾ നോക്കണം ഓക്കേക്ക് എത്ര എന്ന് വെച്ചാൽ എത്ര ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ചെയ്യണം. ഓക്കെ, നോട്ട് ഓക്കേക്ക് എത്ര ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ചെയ്യണം. ബ്യൂട്ടിഫുളിന് എത്ര ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ടോട്ടൽ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഓക്കേക്ക് 3 ടിക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ 3 എഴുതണം. ഇനി ബാക്കി എത്ര മാർക്കുണ്ട്? 10ൽ 3 പോയാൽ എത്രയാണ്? 7. അപ്പോൾ നോട്ട് ഓക്കേക്ക് 2, അടുത്തത് അങ്ങനെ ഒന്ന് ടോട്ടൽ ചെയ്ത് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പേപ്പറിൽ നോട്ട് ഓക്കേക്ക് നമ്മൾ 8 മാർക്കും, ഓക്കേക്ക് 2 മാർക്കും, ഇവിടെയാണ് ബ്യൂട്ടിഫുളിന് ഓക്കെ ഇരിക്കട്ടെ 1 മാർക്കും. ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ സ്കോറ് 11 കിട്ടിയെന്ന് വിചാരിച്ചോ.
ഇങ്ങനെ ഈ 2 കോളത്തിലാണ് മാർക്ക് കൂടുതൽ കിട്ടിയെങ്കിൽ മക്കളെ നിങ്ങൾക്ക് കൊടുക്കുന്ന മാർക്ക് ഡിയും D+ഉം ആണ്, വളരെ കുറവ് മാർക്കാണ്. എന്നിട്ട് നമ്മൾ ലോകത്തോട് പറയും നിങ്ങൾ എനിക്ക് A+ തരൂ, A തരൂ, A+ തരൂ, A++ തരൂ എന്ന്. സമൂഹത്തിൻ്റെ കയ്യടി വേണം, അപ്രീസിയേഷൻ വേണം, പക്ഷെ ഞാൻ ഒന്നും കൊടുക്കാറില്ല. അത് ശരിയല്ല. ഓക്കെ, അപ്പം നമുക്ക് തുടക്ക സിസ്റ്റർ എന്താ പറഞ്ഞത്, ഇമ്പോസിബിൾ പോസിബിൾ ആക്കി ദൈവത്തോടൊപ്പം മാറ്റണമെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവം സുന്ദരമായിട്ടാണ് സൃഷ്ടിച്ചത്, അത് സ്നേഹിക്കണം, അംഗീകരിക്കണം. ഉൽപ്പത്തി 1:13 എന്താ പറയുന്നത്, താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്നല്ല, വചനം വായിച്ച് നോക്കിക്കേ, വളരെ നന്നായിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ എന്നെ ഉണ്ടാക്കിയിട്ട് കുറച്ച് സൂപ്പർ ഫണ്ടാസ്റ്റിക് എക്സലൻറ്റ് അയ്യോ എന്നാണ് തമ്പുരാൻ എന്നെ നോക്കി പറഞ്ഞത്. എന്നെ നോക്കി പറഞ്ഞ് ഞാൻ പറയണം അതില്ല ഇതില്ല ഈ പ്രശ്നം ആ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇന്ന് മുതൽ മക്കൾ ഇപ്പം തന്നെ ചെയ്തോ, ഇവിടെ മാർക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടിയിട്ട് ഫുൾ മാർക്ക്, ശിരസിന് ബ്യൂട്ടിഫുൾ, കവിള് ബ്യൂട്ടിഫുൾ, മൂക്ക് ബ്യൂട്ടിഫുൾ, ചുണ്ട് ബ്യൂട്ടിഫുൾ, എല്ലാം ബ്യൂട്ടിഫുൾ, ഷോൾഡർ ബ്യൂട്ടിഫുൾ, ചെസ്റ്റ് ബ്യൂട്ടിഫുൾ, വയർ ബ്യൂട്ടിഫുൾ, തൊട ബ്യൂട്ടിഫുൾ, കൈവിരൽ ബ്യൂട്ടിഫുൾ. ഓക്കെ, ഈ നോട്ട് ഓക്കെ ഒക്കെ നമ്മൾ മാറ്റണം. ഇതുപോലെ ഫുൾ മാർക്കിൻ്റെ കൂട്ട വരണം. ആരെന്തൊക്കെ പറഞ്ഞാലും പറയണം, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കുറവുകളോടുകൂടി ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ടാപ്പ് യുവർ സെൽഫ്. ഓക്കെ മക്കളെ, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്നേഹിക്കണം. ആദ്യത്തെ A+ കൊടുക്കേണ്ടത് നമ്മളാണ്. വെരി ഗുഡ്. ഇനി എന്തെങ്കിലും മോശം പറയുവാണെങ്കിൽ ആൾക്കാർ പറയുമല്ലോ, സമൂഹം അങ്ങനെയാണ്. സമൂഹം നമ്മൾ A+ കൊടുത്താലും ആൾക്കാർ എന്താ നിൻ്റെ പല്ല് ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ നിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ വരും. നീ ഭക്ഷണം കഴിക്കുന്നില്ലേ, കഴിച്ചിട്ടും എന്താ ശരീരത്തിൽ പിടിക്കാത്ത, നീ ഇങ്ങനെ എല്ല് പോലെയാണല്ലോ ഇരിക്കുന്നത്, പല കമൻസ് വരും. അത് നമുക്ക് പ്രതീക്ഷിക്കണം കേട്ടോ, അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അവർ പറഞ്ഞോട്ടെ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും ആശയവിനിമയം പങ്കുവയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമുക്ക് അവരെ ഓർത്ത് വയ്ക്കരുത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത, വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന കമൻസ് ആണെങ്കിൽ തട്ടിയിട്ട് വരാം, അങ്ങ് തട്ടിക്കളയാം. നമ്മൾ പൊടി ഇഷ്ടമില്ലാത്തത് നമ്മൾ പറ്റിപ്പിടിച്ച് എന്താ ഇങ്ങനെ തട്ടിക്കളയില്ലേ, അതുപോലെ അങ്ങ് തട്ടിക്കളയാം. നല്ലതാണ്, മിടുക്കനാണ്, നീ നന്നായിട്ടുണ്ട് കേട്ടോ, ഈ ഷർട്ട് നിനക്ക് നന്നായി ചേർന്ന്, ആവാഹിച്ചെടുക്കണം, അവിടുത്തെ ഹൃദയത്തിൽ അങ്ങ് വയ്ക്കണം. ഓക്കെ, അതിനിങ്ങനെ ഓർക്കണം, നമ്മൾ നല്ലതാണ്, സുന്ദരനാണ്, മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞതിങ്ങനെ അയവറക്കണം. അപ്പോൾ എന്നാ വാട്ട് ഡു വി ഫീൽ, നമ്മൾ ഗുഡ് ഫീലിംഗ് അല്ലേ, സന്തോഷ ഫീലിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് നമ്മൾ ബ്യൂട്ടിഫുള്ളാണ്, ബാക്കിയൊന്നും വേണ്ട. ഇനി രണ്ടാമത്തത് മക്കൾ ഒരു പേപ്പറും കൂടി എടുക്കാവോ, ഒരു സൈഡിൽ. ഇപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾ വരച്ചിട്ടുണ്ടാവും, അടുത്ത പേപ്പർ ഇതുപോലെ എടുക്കാം. നിങ്ങൾ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞ് വിചാരിക്കുകയാണ് കണക്ക് എനിക്ക് ഒട്ടും പറ്റില്ല, ഞാൻ എത്ര ട്യൂഷന് പോയിട്ട് ശരിയാകാത്ത ഒരേ ഒരു വിഷയം മാത്സാണ്, ഈ മാത്സ് കാരണമാണ് എനിക്ക് ടോട്ടൽ സ്കോറിൽ അങ്ങ് നല്ല എക്സലൻ്റ് മാർക്ക് കിട്ടാത്തത്. അപ്പം അങ്ങനെ വിചാരിക്കുന്ന ആളെന്നാ എനിക്ക് പറ്റാത്തത് എന്നാ മാത്സിന് കിട്ടത്തില്ല. അടുത്ത ഫോർ എക്സാമ്പിൾ അടുത്തത് വിചാരിക്കുവാണ്, ഒരു വീട്ടിൽ ഓക്കെ കാണുന്ന കൂട്ടത്തിൽ വലിയവരാണെന്ന് വിചാരിക്കുക, നമ്മുടെ വീട്ടിലെ കടം കൂടുന്നതല്ലാതെ കടത്തിനൊരു പരിഹാരമില്ല, അത് എന്നെ കൊണ്ട് സാധിക്കില്ല, കടം വീട്ടാൻ പറ്റില്ല. അതാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. അടുത്ത കുഞ്ഞ് വിചാരിക്കുകയാണ് എനിക്ക് അനുസരിക്കാൻ പറ്റില്ല, എല്ലാവരും പറയണം അനുസരിക്കണം, പക്ഷേ എനിക്കത് പറ്റില്ല, ആ സമയമാകുമ്പോൾ അനുസരണക്കേടാണ് വരുന്നത്. അടുത്ത ആൾ പറയണം മൊബൈൽ വിട്ട് ഒരു ജീവിതമില്ല, എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, എന്തൊക്കെ ശ്രമിച്ചാലും നോ ചാൻസ്. ഓക്കെ, അപ്പം നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ എഴുതണം. ഇപ്പം ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് നല്ലൊരു ഫ്രണ്ടില്ല, എനിക്ക് കിട്ടത്തില്ല, ഞാൻ എത്ര ശ്രമിച്ചാലും നടക്കത്തില്ല, നല്ല ഫ്രണ്ട്സ് കിട്ടില്ല. അപ്പോൾ പിടികിട്ടിയല്ലോ, സിസ്റ്റർ പറഞ്ഞതിൻ്റെ ആശയം പിടികിട്ടിയില്ലേ. നമുക്ക് എന്ത് പറ്റില്ല എന്ന് തോന്നുന്നത് അത് നമ്മൾ ചുമ്മാ ഒന്ന് എഴുതിക്കേ, ഒരു 5 എണ്ണം മക്കൾ എഴുതിക്കേ, ചടപടാന്ന് വേഗം ചിന്തിച്ച് എഴുതിക്കോ. അത് നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം, നമ്മളെ ബന്ധങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം, നമ്മുടെ ഉത്തരവാദിത്തങ്ങളായിട്ട് കണക്ട് ചെയ്യാം, നമ്മുടെ വീട്ടിലെ അവസ്ഥകളുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ പല ചിന്തകളുണ്ട്. വേഗം ഒന്ന് കുറിച്ചിട്ടോ, വേഗം. അപ്പോൾ ഒരു 10 സെക്കൻഡ് കൊടുക്കാം അല്ലേ, 10 സെക്കൻഡ് തരട്ടെ. 1 2 3 4 ഓക്കെ, 10 സെക്കൻഡ്. ഓക്കെ, ഇനി മക്കളെ നമുക്ക് പറ്റില്ല, പറ്റിപ്പിക്കുന്ന ആരെങ്കിലും നമുക്കുണ്ടോ?
നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം പറ്റിപ്പിക്കാൻ ആരെങ്കിലും നമ്മളെ സഹായിക്കാനുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പം പപ്പയ്ക്ക് സഹായിക്കാൻ പറ്റില്ല അല്ലേ? കണക്ക് പരീക്ഷ വന്ന് ക്ലാസ്സിൽ വന്ന് അടുത്തിരുന്ന് പഠിപ്പിക്കാൻ അടുത്തിരുന്ന് എന്നെ എഴുതി സഹായിക്കാൻ പറ്റില്ല. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ എന്നെ സഹായിക്കാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ പറ്റിപ്പിക്കണം സാധിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ. നമുക്കൊരു ദൈവമില്ലേ, അത്യുന്നതനായ ബലവാനായ ശക്തനായ ജ്ഞാനിയായ നമുക്കൊരു സൂപ്പർ ദൈവമുണ്ട് കൂടെ. നമ്മളെ മനസ്സിലാക്കുന്ന വളരെ ഉന്നതനാണെങ്കിലും നമ്മുടെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം നിന്ന് നമ്മളോടൊപ്പം ചിന്തിക്കുന്ന നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ഒരു വലിയ ദൈവം നമുക്കുണ്ട്, സ്വന്തമായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കത് കാണാം. ഉൽപ്പത്തി 18:14 ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വേഗം തുറന്നെടുത്തോ. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടാവും. ഓക്കെ, എന്ന് വെച്ചാൽ കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? വചനം തന്നെ നമ്മളോട് പറയുവാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താ? അബ്രഹാം സാറ മനസ്സിലാവും, നമ്മുടെ ആദി മാതാപിതാക്കളുടെ വരുന്നതാണ്, അപ്പച്ചനാണ്. പക്ഷെ ദൈവത്തെ ഭയങ്കര ഇഷ്ടമുള്ള അപ്പനായിരുന്നു അബ്രഹാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സാറ. ഇനി ഇവരുടെ പ്രായമോ ഒരു ഭയങ്കര പ്രായമായി, 70, 80, 90 ആ പ്രായമാണ്. ഓക്കെ, അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ദൈവത്തിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ തിരിച്ചു വരും, അപ്പോൾ നിനക്ക് ഒരു മകനുണ്ടായിരിക്കും. ആരോട് പറയണ? സാറ. ഈ സാറ അമ്മയ്ക്ക് എത്ര വയസ്സെന്നറിയാവോ? 90 വയസ്സ്. ഭർത്താവിനോ 100 വയസ്സ്. മക്കളെ വിചാരിച്ച് നോക്കുക, 90 വയസ്സ് ഒരു അമ്മൂമ്മ അല്ലേ? മനസ്സിലൊന്ന് കണ്ടേ. അമ്മുമ്മേരെ കൈയൊക്കെ ഇതിനെക്കാട്ടിലും അല്ലേ നല്ല ചുളുക്കൊക്കെ വരും അല്ലേ? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമോ? 90 വയസ്സുള്ള അമ്മുമ്മ കുറച്ച് വളയും. പിന്നെ എനിക്ക് നടക്കാൻ വേണ്ടി ഒരു സപ്പോർട്ട് വടിയൊക്കെ കാണും. കാരണം സ്പീഡിൽ ഇങ്ങനെ നമ്മൾ ഓടുന്നത് പോലെ ചാടുന്നത് പോലെ നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. അവർ പതിയെ ഇങ്ങനെ പിടിച്ചല്ലേ നടക്കൂ. അപ്പം വിചാരിക്കുക 90 വയസ്സുള്ള അമ്മ, അയ്യോ വയ്യ, അമ്മേനെ വെള്ളം വേണം, കാരണം അയ്യോ ഹൃദയത്തിനൊരു വേദന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ലേ അവരിയ്ക്കുന്നത്. ഒരു 90 വയസ്സുള്ള ഒരു അമ്മുമ്മയുടെ അടുത്ത് ദൈവം പറയാണ്, നീ പ്രസവിച്ച് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കും. ഇമ്പോസിബിൾ അല്ലേ? എല്ലാം നമ്മുടെ സയൻസിൽ തന്നെ പ്രൊഡക്ടിവിറ്റി സിസ്റ്റം എല്ലാം ഡീക്കേ ആയി ശരീരത്തിലെ ഓരോ അവയവങ്ങളും ജീർണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറയാണ്, നീ പ്രസവിക്കൂ, ഒരു കുഞ്ഞുണ്ടാകും, അടുത്ത വർഷം ഞാൻ കാണുമെന്നാണ്. കണ്ടോ, നമുക്ക് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും മനസ്സിലാകാത്ത കാര്യം 100 വയസ്സുള്ള ഭർത്താവ് 90 വയസ്സുള്ള അമ്മ പ്രസവിക്കും. ഇമ്പോസിബിൾ. നടന്നില്ലേ? നടന്നു. ഇസഹാക്ക് ജനിച്ചു. ഓക്കെ, അപ്പോൾ മക്കളെ അതാണ് ഒന്നാമത്തത്. ഇനി നമ്മൾ തിരിച്ചൊന്നും കൂടി നമുക്ക് കാണാം. സംഖ്യ 11:21 എടുത്തേ. കാരണം നമുക്ക് പറ്റുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് സിസ്റ്റർ നിങ്ങളോട് ഈ വചനം എടുക്കാൻ പറയുന്നത്. ഓക്കെ, അതിൽ പറയുന്നത് ഇതാണ്, കർത്താവ് മോശയോട് അരുൾ ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ, എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താ മക്കളെ? ലക്ഷക്കണക്കിന് ചേട്ടന്മാർ, ചേച്ചിമാർ, അങ്കിൾസ്മാർ, ആൻറ്റിമാർ, ആട്, മാട്, കോഴി ഇതൊക്കെയായിട്ടൊരു വലിയ യാത്രയാണ് കാനാൻ ദേശത്ത്. ഈ യാത്രയിൽ പോയപ്പോൾ വെള്ളമില്ല, കുടിക്കാൻ ദാഹിച്ച് വന്നിട്ട് വെള്ളം തന്നില്ലെങ്കിൽ നമ്മൾ എന്നാ പറയില്ലേ, ഇതുവരെ വെള്ളം എടുത്തുകൊണ്ട് വന്നില്ലേ, വെള്ളം ഇല്ലേ അവിടെ അടുക്കളയിൽ എന്ന് നമ്മൾ ഷൗട്ട് ചെയ്യില്ലേ? അതുപോലെ ദിവസം മുഴുവനും വെള്ളം കുടിക്കാതിരുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവിടെ ഇമോഷൻസ് മാറും. ഇയാളെ കടിച്ച് പപ്പടമാക്കാനുള്ള ദേഷ്യമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഇദ്ദേഹം ഓടി ദൈവത്തിൻ്റെ അടുത്ത് പോയി, ദൈവമേ ഇവർ ഇങ്ങനെ ലാലല, ഇവർ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലും, അതാണ് അവസ്ഥ. അപ്പോൾ ദൈവം പറഞ്ഞു, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ഒരു പാറയിലടിക്കുക, അപ്പോൾ വെള്ളം വരും. ഓക്കെ, അപ്പോൾ അതാണ് കോണ്ടെക്സ്റ്റ്. എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ, ഞാൻ പറയണ വാക്ക് നടക്കുമോ ഇല്ലയോ എന്ന് നീ അറിയും. ഓക്കെ, അപ്പോൾ ഒരു വിശ്വാസം അടിച്ചു ചകചകയെന്ന് പറഞ്ഞ് 40 വർഷം കുടിക്കാനുള്ള വെള്ളം പാറയിൽ നിന്ന് ഒഴുകി. അപ്പോൾ അതാണ് രണ്ടാമത്തത്. ഇനി നമുക്ക് വേഗം പുതിയ നിയമത്തിൽ പോകാം. ലൂക്ക 1:37 എന്താ പറയുന്നത്? ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഇത് കോണ്ടസ്റ്റിന പരിശുദ്ധ അമ്മ ഒരു ആണിൻ്റെ തുണയില്ലാതെ സഹായമില്ലാതെ ഈശോയെ ജനിക്കുന്ന സാഹചര്യമാണ് അവരാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ എന്താണ് റോമ 8:31 കാണും. വീണ്ടും ഇതുപോലെയാണ്, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഓക്കെ, ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതുപോലെ ഒത്തിരി വചനങ്ങളുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത്
അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു അപ്പനായ, ഒരു പപ്പയായ, ഒരു ഡാഡയായ ദൈവം കൂടെയുണ്ട്. ആ ദൈവം എന്നോട് ചേർന്നിരുന്നാൽ, എന്നെ സഹായിച്ചാൽ, ഈ പറഞ്ഞ നിങ്ങൾ 1 2 3 4 5 എന്ന് എഴുതിയില്ലേ പേപ്പറിൽ? ഓക്കെ, ഇത് സിസ്റ്റർ എഴുതിയിട്ടില്ല. ഇതുപോലെ നമ്മൾ നോട്ട് ചെയ്ത കാര്യങ്ങൾ സാധ്യമാക്കാൻ പറ്റില്ലേ? ദൈവത്തിന് കണക്ക് പഠിപ്പിക്കാൻ പാടാണോ? ദൈവത്തിന് ഇച്ചിരി നല്ല കൂട്ടുകാരെ തരാൻ പാടാണോ? പുള്ളിക്കതിൽ കപ്പാസിറ്റി ഇല്ല? ഉണ്ട്. കടം വീട്ടാൻ കോടീശ്വരനെ ഈ സകല അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് ഒരു 10 സെൻറ്റ് സ്ഥലം തന്നൊരു സുന്ദരമായ വീട് വെച്ച് തരാൻ പാടാണോ? ഇല്ല. ആ ദൈവം കൂടെ ഉണ്ടെങ്കിൽ മക്കളെ നമുക്ക് സാധ്യമാണ്. ഇപ്പോൾ എൻ്റെ പപ്പ ഭയങ്കര കോടീശ്വരനാണ്. 5 കാറ്, ബംഗ്ലാവ് ഒക്കെ ഉണ്ട്. ഇന്ത്യയിലുണ്ട്, ദുബായിലുണ്ട്, സ്വിറ്റ്സർലൻഡിലുണ്ട്. ഇങ്ങനെ നടക്കുന്ന എൻ്റെ പപ്പയ്ക്ക് ഞാനൊരു ഭിക്ഷക്കാരനെ പോലെ, ഒരു സാറേ ഒരു 10 രൂപ തരണേ, ചായ കുടിച്ചിട്ട് കുറേ നേരമായി ഒന്ന് തരണം, ഇങ്ങനെ ഭിക്ഷയാചിച്ച് ഇങ്ങനെ നമ്മൾ പറയില്ലേ തെണ്ടി നടക്കുന്നത് കാണാൻ ഇഷ്ടമാണോ? എൻ്റെ പപ്പയ്ക്ക് ഞാൻ സ്റ്റാൻഡേർഡായിട്ട് പപ്പയേക്കാൾ കുറച്ചുകൂടി ഔട്ട്സ്റ്റാൻഡിങ് കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നത് കാണാനല്ലേ നല്ലൊരു പപ്പയ്ക്ക് ഇഷ്ടം? ആണോ അല്ലയോ? അല്ലേ? നമ്മുടെ നിങ്ങളുടെ വീട്ടിലെ പപ്പയും അമ്മയ്ക്ക് നിങ്ങൾ D+ വാങ്ങുന്നതാണോ A+ വാങ്ങിച്ച് സ്കൂളിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റോ ഒരു ട്രോഫിയായിട്ട് വരുന്നത് കാണാനാണോ ഇഷ്ടം? അല്ലേ? വരുന്നത് കാണാനാണ് ഇഷ്ടം. അപ്പം നമ്മുടെ ഒറിജിനൽ പപ്പ, നമ്മുടെ ഈ സിസ്റ്റം എല്ലാം സെറ്റാക്കി തന്ന നമ്മുടെ സ്വന്തം പപ്പയ്ക്ക് നമ്മൾ വളരണം, ദൈവത്തോളം വളരണം. അതാണ് ദൈവത്തിന് ഇഷ്ടം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാ? അപ്പാ എനിക്ക് തരണേ. നമുക്കൊരു ആവശ്യം പറഞ്ഞാൽ നമ്മൾ വിളിക്കില്ല, പപ്പാ എനിക്ക് പിക്നിക്കാണ്, ഒരു 500 രൂപ തരണം. പപ്പാ എൻ്റെ വീട്ടിലല്ല, എൻ്റെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റാണ്, ഒരു 500 രൂപ തരണം പപ്പ, കുറച്ച് കൂട്ടുകാരായിട്ട് ചെയ്യാൻ. പപ്പ ആദ്യം ഇല്ല കാശൊന്നും തരത്തില്ല. നമ്മൾ കുറച്ചുകൂടി പല തവണ ചോദിക്കുമ്പോൾ പപ്പ തരില്ലേ? പപ്പ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, നമ്മുടേതല്ല, പക്ഷെ തരും. വസ്ത്രം, ഏത് കാര്യങ്ങളും എടുക്കട്ടെ, അതുപോലെ നമ്മുടെ പപ്പയും അമ്മയും നമ്മളെ ഇതുപോലെ അവർക്കുള്ളത് വിളമ്പി തരുമെങ്കിൽ മക്കളെ അതിനെക്കാട്ടിലും ജനറസ് ആയിട്ടുള്ള ഒരു പപ്പയാണ്, ദൈവമാണ് നമുക്കുള്ളത്. ദൈവത്തിന് പറ്റുമെങ്കിൽ, പപ്പയ്ക്ക് പറ്റുമെങ്കിൽ ആ രക്തവും മജ്ജയും മാംസവും ഓടുന്ന ഇവിടെ നമുക്കും പറ്റും. നമുക്ക് ദൈവം തരും. ഓക്കെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, വിളിക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലേ? ഞാൻ ഇപ്പം വിളിച്ചില്ല, പപ്പ അവിടെ ഉണ്ടോ, ഒന്ന് വരാവോ? അപ്പം പപ്പ വരും. അതുപോലെ നമ്മൾ സ്വർഗത്തിലെ പപ്പായെ, സ്വർഗത്തിലെ ദൈവത്തെ വിളിക്കണം, പ്രാർത്ഥിക്കണം. നിലവിളിക്കുമ്പോൾ വിളി കേൾക്കും. നിലവിടുമ്പോൾ വിളിക്കുന്ന വിളിയാണ് നിലവിളി. ഓക്കെ, ആ ഹെൽപ്ലെസ് സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കണം. പപ്പ വരണം, ഈശോയെ വരണം, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം, എൻ്റെ കൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞോ. ഇപ്പം വിഷയത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, 10 എഴുതിയതിൽ 1 വിഷയമാണ്. നമ്മൾ പറയണം, കർത്താവെ എന്നെ മാത്സ് പഠിപ്പിക്കണമേ. അപ്പോഴാണ് ഒരു വചനം കാണുന്നത്, സങ്കീർത്തനം 71:1. കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്ന ഒരു നാളും എന്നെ ലജ്ജിക്കാൻ ഇടയാക്കരുതേ. കണക്ക് ടീച്ചർ വന്നാൽ സാധാരണഗതിയിൽ എണീപ്പിച്ച് നിർത്തും, വഴക്ക് തരും. പെൺകുട്ടികളുടെ മുമ്പിൽ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ മുമ്പിൽ നന്നായിട്ട് വഴക്ക് തരും, പിടിച്ച് പുറത്ത് നിന്ന് ഞാൻ നാണം കെട്ട് അവിടെ നിൽക്കണം. വഴിയെ പോകുന്ന എല്ലാവരും ചോദിക്കും, എന്താടാ പുറത്ത് നിൽക്കുന്നത്, എന്താടി, എന്ത് പറ്റി? എല്ലാവരുടെ അടുത്തും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം, ഈശോയെ അത് ഭയങ്കര നാണക്കേടുള്ള കാര്യമാണ്, എനിക്ക് പഠിക്കാനുള്ള ഒരു ആവേശം തർറേ, ഒരു ത്വര തർറേ. പ്രാർത്ഥിച്ചോ മക്കളെ? തമ്പുരാൻ അടുത്ത് വന്ന് ഒരു LKG കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ നമ്മളെ പഠിപ്പിച്ചു തരും. ആ അനുഭവം തരും, അതിനുള്ള വഴികൾ തുറന്ന് തരും. അപ്പോൾ ഇപ്പോൾ എഴുതിയില്ലേ 10 കാര്യങ്ങൾ, വേഗം 10 കാര്യങ്ങളോ 5 കാര്യങ്ങളോ, അതിന് ഒരു 3 എടുത്തിട്ട് പോസിറ്റീവായിട്ട് എഴുതിക്കേ വേഗം. അതിനുള്ള സമയമുള്ളൂ. ഇത് കഴിയുമ്പോൾ, സിസ്റ്റർ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം എഴുതിയതെല്ലാം പോസിറ്റീവ് ആക്കണം. കാരണം കർത്താവ് കൂടെയുള്ളവൻ ഒരു നഷ്ടവും ഇല്ല, നേട്ടങ്ങളേ ഉള്ളൂ. ഓക്കെ, എനിക്ക് ഉദാഹരണത്തിന് എനിക്ക് കണക്ക് പഠിക്കാൻ പറ്റില്ല, കണക്ക് പഠിക്കാൻ പറ്റും, ഈശോ എന്നെ സഹായിക്കും. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ല, നല്ല കൂട്ടുകാരെ എൻ്റെ ദൈവം എനിക്ക് തരും. വീട് വയ്ക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ നല്ലൊരു വീട് വെച്ച് ഞാൻ കാണും. കടബാധ്യത കാരണം ഉറക്കമില്ലാത്ത രാത്രികൾ, എൻ്റെ ദൈവം ഇതിനൊരു തീരുമാനമെടുത്ത് കടബാധ്യതകൾ മാറി ഞാൻ കാണും. അങ്ങനെ എന്തൊക്കെയാണോ നെഗറ്റീവായിട്ട് എഴുതിയത് വേഗം അത് പോസിറ്റീവായി എഴുതിക്കുക. ഇതുപോലെ മക്കളെ നിങ്ങൾ പോസിറ്റീവായിട്ട് എഴുതിയില്ലേ? ഓക്കെ, ഈ പോസിറ്റീവായിട്ട് എഴുതിയത് നല്ലൊരു പേപ്പർ എടുക്കണം. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്താ എഴുതിയത്? ഓരോ വ്യക്തിയുടെ ഇതും വ്യത്യാസമാണ്. ഇപ്പം സിസ്റ്ററിൻ്റെ കുറവുകൾ വ്യത്യാസമാണ്. എൻ്റെ മുന്നിൽ എഴുതിയിരുന്ന 10ാം ക്ലാസ്സുകാരൻ്റെ കുറവുകളും ആഗ്രഹങ്ങളും വ്യത്യാസമാണ്. അതുപോലെ പ്രായമുള്ളവരുടെയും വ്യത്യാസമാണ്. അപ്പോൾ എന്താണോ എഴുതിയത്, ഫോർ എക്സാമ്പിൾ ഇതിലെഴുതിയെന്ന് വിചാരിക്കാം.
ഓക്കെ. നല്ല സുന്ദരമായിട്ടുള്ള പേപ്പറിൽ നല്ല ഭംഗിക്ക് എഴുതണം. എന്നിട്ട് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഈ പേപ്പർ എടുക്കണം. എന്നിട്ടിത് വായിക്കണം. എൻ്റെ ഈശോയുടെ സഹായത്താൽ ഞാൻ മാത്സിന് നല്ല മാർക്ക് വാങ്ങിക്കും. എൻ്റെ വീട്ടിലെ കടബാധ്യതകൾ ഞാൻ മാറ്റും. എനിക്ക് നല്ല കൂട്ടുകാരെ തരും. എനിക്ക് നല്ല ഭാവി ഉണ്ടാകും. അപ്പോൾ എന്താണോ എഴുതിയിരിക്കുന്നത് ഇതിങ്ങനെ വായിക്കണം. അപ്പോൾ നമ്മുടെ ഇമോഷൻ എന്തായിരിക്കും? ഹാപ്പി ആയിരിക്കും. ആ മൂഡിലായിരിക്കും ഞാൻ ഉറങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, വലുതാകുമ്പോൾ മക്കൾ പഠിക്കും കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, ബോധമനസ്സ്, അപബോധ മനസ്സ്, അങ്ങനെ. അപ്പോൾ ഈ നമ്മളിങ്ങനെ ഉറക്കത്തിലേക്ക് വീഴുമ്പം നമ്മളെ ബോധ മനസ്സ് ഉറങ്ങുന്നു, അബോധ മനസ്സ് ഉണരും. അപ്പോൾ ആ മനസ്സിലിട്ട് കൊടുക്കുന്ന തോട്ടാണിത്. അപ്പോൾ അതായിരിക്കും ഈ നമ്മൾ 5 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂർ ഉറങ്ങുമ്പോൾ ഇങ്ങനെ ലിങ്ക് ചെയ്ത് സിങ്കായി കിടക്കുന്നത്. ഓക്കെ. അടുത്ത ദിവസം നമ്മൾ പുലരുമ്പോൾ എണീറ്റ് നന്ദി പറഞ്ഞ് ഉണരുമ്പോൾ ഈ എനർജി ആയിരിക്കും. ഇനി വിചാരിക്കുക, ഞാൻ കരഞ്ഞ് ദൈവമേ ഒന്നും നടക്കില്ല, നാളത്തെ കാര്യം കട്ടപ്പുക, എൻ്റെ ജീവിതം ഫ്ലോപ്പാണ് എന്ന് പറഞ്ഞ് ഉറങ്ങിയാലോ, അടുത്ത ദിവസം മക്കളെ നിങ്ങൾ എണീക്കുമ്പോൾ ആ എനർജി, ഇന്ന് നേരം വെളുത്തുമില്ലേ, ഇനി എങ്ങനെ സ്കൂളിൽ പോകും, ഒരു അറിയാതെ ഒരു നെടുവീർപ്പൊക്കെ ആയിട്ടായിരിക്കും ഉണരുന്നത്. അപ്പോൾ അത് വേണ്ട. ഇപ്പോൾ എഴുതിയില്ലേ, അപ്പോൾ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇത് വെച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്, സാധിക്കില്ല എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. ഈശോയുടെ സഹായത്തോടെ സാധിക്കും. ഇത് കൊണ്ടുപോയി വെക്കുക. ഇനി പറ്റുമെങ്കിൽ വേണമെങ്കിൽ നല്ല വചനം എഴുതാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വചനമില്ലേ, ഇപ്പോൾ ഉദാഹരണത്തിന് യേശയ്യ 54:13, കർത്താവ് തൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. കർത്താവ് എന്നെ പഠിപ്പിക്കും. കർത്താവാണ് എൻ്റെ ട്യൂട്ടർ, എൻ്റെ കോച്ച്, എൻ്റെ മാനേജർ, എൻ്റെ ഡയറക്ടർ. കർത്താവ് എന്നെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ ഇതുപോലെ എന്നെ അടുത്തിരുത്തി ചേർത്ത് നിർത്തി കർത്താവ് ഇത് കുട്ടി ഓക്കെ പഠിപ്പിക്കും. ലാലല ലലല ലലല. ഓക്കെ. അപ്പം കർത്താവ് എൻ്റെ ഗുരുവായാൽ ശിഷ്യൻ്റെ മികവ് വളരെ വളരെ വലുതായിരിക്കും. അപ്പോൾ ആ വചനം കൂടി ഞാൻ എഴുതി വെക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പരിചിതമാണ് സങ്കീർത്തനം 23:1, കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. ജോഷുവ 1:5, മോശയുടെ പോലെ ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും, ആയുഷ്കാലത്തിൽ ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ആ വചനം എഴുതി വെക്കുന്നു. ഡബിൾ ബൂസ്റ്റ് അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കിഷ്ടമുള്ള കോട്ട് എഴുതുന്നു, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ഐശ്വര്യമായിട്ട് നല്ല കോൺഫിഡൻറ്റോടുകൂടി വായിക്കുന്നു. അതേ മൂഡിൽ നമ്മൾ കിടന്നുറങ്ങുന്നു. ആ എനർജി നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ രക്തം ഓടുന്നത് പോലെ ഓടി ആ എനർജിയോടുകൂടി നമ്മൾ പിറ്റേ ദിവസം ഉണരുന്നു. ഓക്കെ, പിടികിട്ടിയോ? ഇത്രയും നേരം മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരൊറ്റ കാര്യമാണ്, വിജയം, അല്ലെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ലൈഫിൽ അനുഭവിക്കണമെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് സിസ്റ്റർ പറഞ്ഞു തന്നത്. ആദ്യം ഓക്കെ, നോട്ട് ഓക്കെ, ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു കുഞ്ഞ് ആക്ടിവിറ്റി മക്കൾ ചെയ്തായിരുന്നു. അത് ചെയ്തപ്പോൾ ഓക്കേക്ക് ടിക്ക് വരുവാണെങ്കിൽ, നോട്ട് ഓക്കേക്കും ടിക്ക് വരുവാണെങ്കിൽ നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മളെ തന്നെ അംഗീകരിക്കണം. നമ്മൾ പറയും സെൽഫ് ലവ്, നമ്മളെ തന്നെ സ്നേഹിക്കണം. ഓക്കെ. അപ്പോൾ ഈ സ്നേഹം നമ്മളിങ്ങനെ സ്നേഹിച്ച് വരുമ്പോൾ അതിങ്ങനെ പുറത്തോട്ട് ഒഴുകും. നമ്മുടെ നിപ്പ് നടപ്പ് സംസാരത്തിൽ ആ സ്നേഹം ഇങ്ങനെ ഒഴുകി മറ്റുള്ളവരിലേക്ക് പോകും. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് സെൽഫ് ലവ്. അതാണ് നമ്മൾ സ്നേഹിക്കണം, അംഗീകരിക്കണം, തലോടണം, ആവശ്യമില്ലാത്തൊക്കെ തട്ടിക്കളയണം. ഭയങ്കര മുറിവൊക്കെ ആണെങ്കിൽ എടുത്ത് ക്ലോസറ്റിൽ പോയി ഫ്ലഷ് ചെയ്ത് കളയുക. നല്ലതാണെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക, പലവട്ടം ആവർത്തിക്കുക, അയവിറക്കുക. അത് നമുക്ക് പോസിറ്റീവ് ഇമോഷൻസ് തരും. പിടിച്ചില്ലേ? ഇനി രണ്ടാമത്തെ സിസ്റ്റർ ഞാൻ പറഞ്ഞത്, അസാധ്യമെന്ന് തോന്നുന്ന കാരണങ്ങൾ ഒരു പേപ്പർ എടുത്ത് എഴുതാൻ പറഞ്ഞു. അതിന് സാധ്യമാക്കുന്ന ഒരേ ആളേ ഉള്ളൂ. ട്യൂഷൻ ടീച്ചറല്ല, പപ്പയും അമ്മയും അല്ല, നമ്മളെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അല്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നത് നമ്മുടെ ദൈവം മാത്രമാണ്. അപ്പോൾ ഈശോയെ ചേർത്ത് വയ്ക്കുക, ഈശോയോട് ചേർന്ന് ഈശോ നമ്മുടെ അപ്പനായിട്ട് അംഗീകരിക്കുക, അപ്പൻ്റെ സ്ഥാനം കൊടുത്ത് വീട്ടിൽ പ്രതിഷ്ഠിക്കുക, ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ പതിയെ വളരും. ഇങ്ങനെ നമ്മൾ പ്രോഗ്രസ് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മൾ അധിക്ഷേപിച്ചത്, ഒറ്റപ്പെടുത്തിയവരൊക്കെ ഇങ്ങനെ നോക്കണം. അയ്യോ, ഇത് നമ്മുടെ കൊച്ചാണ്, പിന്നെ ഇത്രയും വളർന്നു അല്ലേ, ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഈ ലെവലിൽ നമ്മൾ പോകണമെങ്കിൽ, വടവൃക്ഷമായിട്ട് തഴച്ച് വളരണമെങ്കിൽ മക്കളെ നമുക്ക് ദൈവം വേണം. നമ്മൾ കണ്ടിട്ടില്ലേ, മരങ്ങൾ നന്നായിട്ട് വളർന്നാൽ പക്ഷികൾ വരും, മൃഗങ്ങൾ വരും, അയൽവക്കത്തെ ആൾക്കാർ വരും.
അല്ലേ? നമുക്ക് എല്ലാം തണൽ വേണമെന്നുള്ളവർക്ക് തണൽ, ഫ്രൂട്ട് വേണമെന്നുള്ളവർക്ക് ഫ്രൂട്ട്. ഇനി എനിക്ക് അതിൻ്റെ ഒരു ശാഖ വേണമെങ്കിലും വാൾ കൊണ്ടുപോയാലും അത് കാണിച്ചു തരും. കാരണം അതിനറിയാം നീ വെട്ടിക്കൊണ്ടുപോയാലും ഞാൻ പുതിയ നാമ്പുകളിടും. ടെൻഷനില്ല. ഇതുപോലെ മക്കളെ നമ്മളിങ്ങനെ പടർന്ന് പന്തലിച്ച് മിടുക്കരായിട്ട് ഈ ലോകത്ത് ജീവിക്കും. അപ്പോൾ വിത്ത് ദ ഗോഡ് എവറിത്തിങ് ഈസ് പോസിബിൾ. ഈശോയുടെ കൃപയുണ്ടെങ്കിൽ, ഈശോയെ കൂട്ടുപിടിച്ചോ, നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെ പറ്റിപ്പിക്കുന്ന, സാധിക്കുന്ന, അത് തെളിയിച്ചു കൊടുക്കുന്ന മക്കളാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.